രാകേഷ് ആണ് ചേരുന്നത്. രാകേഷ് ആവർത്തിച്ച് പറയുന്നു, ഈ ഉള്ളടക്കം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകാം. കാരണം ഈ കരാറിൻ്റെ ഒരു പൂർണ്ണ രൂപം പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ തന്നെയാണ് ഈ ഡേറ്റകൾ പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് രാകേഷ് മനസ്സിലാകുന്നത്? ഈ കരാറ് കൊണ്ട് ഇന്ത്യക്ക് എങ്ങനെ നേട്ടമുണ്ടാകുന്നു? അമേരിക്കയുടെ നേട്ടം എന്താണ്? പക്ഷേ ഏതായാലും ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ഈ കരാർ യാഥാർത്ഥ്യമാവുകയാണ്. കാരണം ഒരു വർഷം മുമ്പ് 2025 ഫെബ്രുവരിയിൽ തുടങ്ങിയ ചർച്ചകൾ, ആ ചർച്ചകൾ പിന്നീട് വഴിമുട്ടി. അതിനുശേഷം 5 ദിവസം മുമ്പ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഈ കരാർ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു എന്ന പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ അതിനുശേഷവും വലിയ വിവാദങ്ങളും വ്യക്തതക്കുറവുമൊക്കെ ഉണ്ടായി. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു കൃത്യമായ വിശദീകരണം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സംയുക്ത പ്രസ്താവന 2 രാജ്യങ്ങളും പുറത്തിറക്കിയിരിക്കുകയാണ്. അതിൽ ആദ്യം വൈറ്റ് ഹൗസ് പുറത്തിറക്കി, അതിനുശേഷം PIB ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 2 കാര്യങ്ങളിലാണ് പ്രധാനമായും ഒരു വ്യക്തത വരേണ്ടിയിരുന്നത്. ഇതിൽ ആശങ്കയുണ്ടായിരുന്ന ഒന്ന്, കാർഷിക മേഖലയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതായിരുന്നു. കാരണം ഇന്ത്യൻ കാർഷിക മേഖല തുറന്നു നൽകണമെന്ന ആവശ്യമാണ് അമേരിക്ക ആദ്യം മുതൽ ഉന്നയിച്ചിരുന്നത്. ഇതിനോട് അനുകൂല നിലപാടല്ല ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. അതിന് പല വിഷയങ്ങളുണ്ടായിരുന്നു, രാഷ്ട്രീയ വിഷയങ്ങളുണ്ടായിരുന്നു, കർഷകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ കാർഷിക മേഖലയെ അതെങ്ങനെ ബാധിക്കും എന്ന ചോദ്യങ്ങൾ ബാക്കിയാണ്. അപ്പോൾ അതിനുള്ളൊരു വ്യക്തത ഈ കരാറിന് വന്നത്, സംയുക്ത പ്രസ്താവന പുറത്തു വന്നതിന് ശേഷം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ആദ്യം സംയുക്ത പ്രസ്താവനയിലേക്ക് പോവുകയാണെങ്കിൽ സംയുക്ത പ്രസ്താവനയിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൊന്ന്, ഏറ്റവും ആദ്യം പറയുന്നത് US നിന്നുള്ള ചുവന്ന ചോളം, പ്രത്യേകിച്ച് കാലിത്തീറ്റയ്ക്കൊക്കെ അടക്കം ഉപയോഗിക്കുന്ന ചുവന്ന ചോളം, ഒപ്പം തന്നെ നിലക്കടല, ബദാം, പഴവർഗ്ഗങ്ങൾ, സോയാബീൻ ഓയിൽ, വൈൻ, സ്പിരിറ്റ് എന്നിവ ഉൾപ്പെടെ ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ കുറയ്ക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യുമെന്നാണ് ഏറ്റവും ആദ്യത്തെ കാര്യമായി പറയുന്നത്. ഇതിന് പകരമായി പറയുന്ന ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് അത് 18% ബാധകമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പിഴത്തീരുവ അടക്കം ഏതാണ്ട് 50% ആക്കിയിരുന്ന താരിഫ് അത് ഇപ്പോൾ ഏതായാലും 18% കുറയ്ക്കും. തീർച്ചയായും അത് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ പരമ്പരാഗത മേഖലകളെ സംബന്ധിച്ച് ആശ്വാസമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്ന തുകൽ, പാദരക്ഷകൾ, ഒപ്പം വസ്ത്രങ്ങൾ, ജൈവ രാസവസ്തുക്കൾ, വീട്ടു ഉപകരണങ്ങൾ, കരകൗശല വസ്തുക്കൾക്കൊക്കെ തുടങ്ങിയവയ്ക്കൊക്കെ തന്നെ ഇതിൻ്റെ ഗുണം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മൂന്നാമതായി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടം ഇത് വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ ജനറിക് മരുന്നുകൾ, ഒപ്പം തന്നെ വജ്രം, വിമാനഭാഗങ്ങൾ, രത്നങ്ങൾ തുടങ്ങിയവയുള്ള കയറ്റുമതിക്കുള്ള തീരുവ അത് അമേരിക്ക എടുത്തു കളയുമെന്ന പ്രഖ്യാപനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇത് കൂടാതെ ഈ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നത് 5 വർഷത്തിനുള്ളിൽ $50,000 കോടി സാധനങ്ങൾ ഇറക്കുമതി ചെയ്യും എന്ന പ്രഖ്യാപനം ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഏതായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താല്പര്യങ്ങൾ അതിന് പ്രഥമ പരിഗണന നൽകണം. അതിന് 2 രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് കൂടി പറയുന്നുണ്ട്. ഏതായാലും ഇതിന് ശേഷം കേന്ദ്ര സർക്കാർ തന്നെ, കേന്ദ്ര വാണിജ്യ മന്ത്രി തന്നെ വ്യക്തമാക്കിയ കാര്യം, ഇന്ത്യയുടെ കാർഷിക താല്പര്യങ്ങൾ സംരക്ഷിക്കും, കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ സംയുക്ത പ്രസ്താവനയും അതിനുശേഷം വന്ന കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ കാർഷിക വിളകൾക്ക് ഏതായാലും സംരക്ഷണം, ഒരു പരിധിവരെ സംരക്ഷണമുണ്ട് എന്നാണ് ഇതിൻ്റെ ഒറ്റനോട്ടത്തിൽ മനസ്സിലാകുന്നത്. തേയിലയ്ക്ക് അത് ഇറക്കുമതിക്കുള്ള നിയന്ത്രണം തുടരും. പ്രത്യേകിച്ച് ഓറഞ്ച്, മാങ്ങ, വാഴപ്പഴം എന്നിവയ്ക്കുള്ള ഇറക്കുമതിക്കുള്ള നിയന്ത്രണം തുടരും. എന്നാൽ ആപ്പിളിൻ്റെ കാര്യം പരാമർശിക്കുന്നില്ല. ഒപ്പം തണ്ണിമത്തനെ കുറിച്ചും ഇതിനകത്ത് പരാമർശമില്ല. മറ്റൊന്ന് ഉള്ളിയാണ്, അതിനുള്ള നിലവിലുള്ള സംരക്ഷണം അത് തുടരുമെന്ന് പറയുന്നുണ്ട്. ധാന്യങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഇന്നലെ ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കം വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയും ചെയ്യുന്നത്. അതായത് അരി, ഗോതമ്പ്, മൈദ, ഒപ്പം തന്നെ ചോളം എന്നിവയ്ക്കുള്ള നിയന്ത്രണത്തിലുള്ള ഇളവ് അത് തുടരുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ പച്ചക്കറിയിലേക്ക് വരുമ്പോൾ വെണ്ടയ്ക്ക, പിന്നെ ഉരുളക്കിഴങ്ങ്, കടല, ബീൻസ് തുടങ്ങിയവയ്ക്കൊന്നും തന്നെ ഇറക്കുമതിക്ക് അതിനുള്ള നിയന്ത്രണമൊക്കെ തന്നെ തുടരുമെന്ന് കൂടി പറയുന്നുണ്ട്. പാലുൽപ്പന്നം, ക്ഷീര കർഷകർക്കും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഏതായാലും പാല്, പാൽപ്പൊടി, ഒപ്പം തന്നെ തൈര്, വെണ്ണ, നെയ്യ് തുടങ്ങിയൊക്കെ ഇറക്കുമതി ചെയ്യില്ല US നിന്നുകൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ, കേന്ദ്ര വാണിജ്യ മന്ത്രി തന്നെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കാർഷിക മേഖലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ കർഷകരുടെ താല്പര്യങ്ങൾ ഒരു പരിധിവരെ സംരക്ഷിച്ചു എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ പറയാം. പക്ഷേ ഈ കരാറിൻ്റെ പൂർണ്ണ വിശദാംശങ്ങൾ ഇപ്പോഴും വന്നിട്ടില്ല. കരാർ മാർച്ച് മാസത്തിലായിരിക്കും ഒപ്പിടുക. അപ്പോൾ ഏതായാലും പ്രാഥമിക തലത്തിൽ നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് പറഞ്ഞു നിൽക്കാൻ അവരുടെ കയ്യിൽ വാദങ്ങളുണ്ട്. അഭിലാഷ്. തീർച്ചയായും അതാണ് ഏറ്റവും കൂടുതൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നത്. ഇന്ത്യയുടെ കാർഷിക വിപണി അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കുമോ? അതായത് ഇന്ത്യയിലേക്ക് അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ
തീരുവരഹിതമായി ഇറക്കുമതി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അതങ്ങനെയല്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒപ്പം ക്ഷീരമേഖലയും വളരെ പ്രധാനപ്പെട്ടതാണ്. പാൽ അനുബന്ധ ഉൽപ്പന്നങ്ങൾ ഇവയും പ്രധാനപ്പെട്ടതാണ്. അവിടെയും വിപണി തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊന്ന് എന്നത് അമേരിക്ക ഇന്ത്യയുമായി പിണക്കത്തിലായത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ ചൊല്ലിയായിരുന്നു. ആ എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യ എന്ന പ്രതികരണം കൂടി ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഒപ്പം റഷ്യയും ഇതിൽ ഒരു സ്ഥിരീകരണം നൽകുന്നില്ല എന്നതാണ് എടുത്ത് പറയേണ്ടത്. അവിടെയാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പരാമർശം. ഈ സംയുക്ത പ്രസ്താവനയിൽ റഷ്യൻ എണ്ണയെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. അതുകൊണ്ട് തന്നെ എണ്ണ ഇറക്കുമതി കുറയ്ക്കുമോ എന്ന സംശയമുണ്ട്, എണ്ണ ഇറക്കുമതി നിർത്തുമോ എന്ന സംശയമുണ്ട്, വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുമോ എന്ന സംശയവും നിലനിൽക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു പരാമർശവും സംയുക്ത പ്രസ്താവനയിൽ ഇല്ല എന്നതാണ്. ഇത് പ്രസ്താവനയുടെ ഭാഗമായി അല്ലെങ്കിൽ കരാറിന്റെ ഭാഗമായി വരേണ്ട ഒന്നാണോ, അതിനപ്പുറത്ത് പുറത്ത് തീരുമാനിക്കുന്ന ഒരു വിഷയമാണോ എന്നതിലും വ്യക്തതയില്ല എന്നതുകൂടി പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. കാരണം കരാറിൽ എന്തൊക്കെ ധാരണയാണ് എത്തുക, ആ കരാറിൻ്റെ പുറത്ത് നടക്കുന്ന ഒന്നാണോ ഈ മറ്റ് രാജ്യങ്ങളുമായുള്ള സഹകരണം എന്നത് സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്. പക്ഷേ ഇവിടെ പ്രേക്ഷകരെ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒന്ന് എന്നത് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺവീർ ജയ്സ്വാൾ അടക്കം സൂചിപ്പിച്ചത് വെനസ്വേല 2008 മുതൽ ഇന്ത്യയുടെ വ്യാപാര പങ്കാളിയാണ്. അന്നു മുതൽ ഇന്ത്യ വലിയ തോതിൽ വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എവിടെയാണോ ഇന്ത്യക്ക് ലാഭം അവിടെ നിന്നായിരിക്കും ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് തന്നെ രാകേഷ് ഇവിടെ എടുത്തു പറയേണ്ടത് ഈ എണ്ണയെ ചൊല്ലിയാണല്ലോ തർക്കമുണ്ടാവുകയും അനന്തമായി തന്നെ ഈ വ്യാപാര കരാർ നീണ്ടുപോവുകയും ചെയ്തത്. അതിനുള്ളൊരു മറുപടി എന്ന നിലയിൽ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ വ്യാപാര കരാറിൽ ഏർപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ? 5 ദിവസം മുമ്പ് ഈ കരാറിനെ കുറിച്ച് ആദ്യം പുറത്തു പറഞ്ഞത് അല്ലെങ്കിൽ ഇന്ത്യ അടക്കം അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളടക്കം അറിഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണത്തോടു കൂടിയായിരുന്നു. ആ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല, അത്തരമൊരു ഉറപ്പ് ലഭിച്ചു എന്ന അവകാശവാദം അദ്ദേഹം നടത്തിയിരുന്നു. ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞ് സംയുക്ത പ്രസ്താവന വരുമ്പോഴും അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞെടുത്ത് നിൽക്കുകയാണ് കാര്യങ്ങൾ. അതായത് ഒരു വ്യക്തതയും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഏതായാലും 50% തീരുവ അത് 18% കുറയ്ക്കും എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ആ പ്രഖ്യാപനവും വന്നിരിക്കുന്നു. ഔദ്യോഗികമായി തന്നെ അക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഈ സംയുക്ത പ്രസ്താവനയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പരാമർശവുമില്ല. പക്ഷേ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. അതായത് നേരത്തെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 18% നിന്ന് 25% ഉയർത്തിയിരുന്നു. അത് 18% തുടരും. ഒപ്പം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിരുന്ന ചുമത്തിയിരുന്ന 25% തീരുവ അത് പൂർണ്ണമായും ഒഴിവാക്കുന്നു എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഉറപ്പ് ലഭിച്ചു, ഇന്ത്യ നേരിട്ടോ പ്രത്യക്ഷമോ പരോക്ഷമായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പകരം അമേരിക്കയിൽ നിന്ന് ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങും. ഒപ്പം തന്നെ സൈനിക രംഗത്ത് 10 വർഷത്തിനുള്ളിൽ സഹകരണം വർദ്ധിപ്പിക്കും. ഇത്തരമൊരു തീരുമാനമാണ് ഈ ഓർഡറിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. മാത്രവുമല്ല ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് വീണ്ടും എണ്ണ വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് പോയാൽ തീരുവ വീണ്ടും ചുമത്തുമെന്ന മുന്നറിയിപ്പ് കൂടി ഡൊണാൾഡ് ട്രംപ് നൽകുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു ഉറപ്പ് കേന്ദ്ര സർക്കാർ നൽകിയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതായാലും ഔദ്യോഗികമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വാണിജ്യമന്ത്രിയും ഒക്കെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. വലിയ നേട്ടമായി അവകാശപ്പെട്ടിട്ടുണ്ട്. ഈ സംയുക്ത പ്രസ്താവനയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ അവർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും തന്നെ ഇക്കാര്യം പറയുന്നുമില്ല. ഏതായാലും വലിയ നേട്ടം എന്ന് പ്രധാനമന്ത്രി സൂചിപ്പിക്കുമ്പോഴും റഷ്യൻ എണ്ണ നിർത്തലാക്കുമോ അതോ തുടരുമോ എന്ന കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അവ്യക്തത ഇപ്പോഴും തുടരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. കാരണം നേരത്തെ വാണിജ്യമന്ത്രി പ്രസ്താവന നടത്തിയതാണ്. അതിനുശേഷം വിദേശകാര്യ മന്ത്രാലയം തന്നെ വാർത്താ സമ്മേളനത്തിലും അവർക്കൊരു കൃത്യമായ മറുപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നുണ്ടായിരുന്ന സംശയങ്ങൾ അതേപടി ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും 2022 മുതൽ നോക്കുകയാണെങ്കിൽ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ കൂടുതലായി അസംസ്കൃത എണ്ണ വാങ്ങുന്നത്, ഏതാണ്ട് 35%. അതിപ്പോൾ കഴിഞ്ഞ ഡിസംബറിലേക്ക് കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 6 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറവിലാണ് വന്നു നിൽക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങില്ല എന്ന പ്രഖ്യാപനത്തിലേക്കോ അല്ലെങ്കിൽ പ്രതികരണത്തിലേക്കോ ഇന്ത്യയുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായില്ല.
അഭിലാഷ്. യെസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രിയ പ്രേക്ഷകരെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത്, മാറുന്ന ലോകക്രമത്തിനനുസരിച്ച് ലോകരാഷ്ട്രങ്ങളിൽ പല രാഷ്ട്രങ്ങളുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയും ചില രാഷ്ട്രങ്ങളുമായി അകലം പാലിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യമായിരുന്ന ബംഗ്ലാദേശിൽ അവിടെ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യയുമായി ഏറ്റവും മികച്ച ഒരു ബന്ധമാണ് പുലർത്തിയിരുന്നത്. അവിടെ ഇതാ ഷെയ്ഖ് ഹസീന തുരത്തപ്പെടുമ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ ഇവിടെ അഭയം നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. താൽക്കാലികമായ ഒരു ഭരണകൂടം ആണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉള്ളത്. ആ ബംഗ്ലാദേശുമായി ഇപ്പോൾ അകലം പാലിക്കും. അഫ്ഗാനിസ്ഥാനിലാകട്ടെ താലിബാൻ ഭരണകൂടമാണുള്ളത്. ആ താലിബാൻ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൗഹൃദം അത് ചില ഘട്ടങ്ങളിൽ മികച്ച നിലയിൽ മുന്നോട്ട് പോകും, ചില ഘട്ടങ്ങളിൽ വലിയ തോതിൽ അകന്നു നിൽക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. റഷ്യ എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ വ്യാപാര പങ്കാളി മാത്രമല്ല, ആയുധ പങ്കാളി കൂടിയാണ്. ഡിഫൻസ് മേഖലയിലടക്കം റഷ്യയിൽ നിന്ന് വലിയ കരാറുകളിൽ ഇന്ത്യ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇനി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കുമോ അത് കുറയ്ക്കുമോ എന്നതിൽ ഒക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇവിടെ അങ്ങനെ ഒരു തീരുമാനമുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്താത്തത്? കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല? അതാണ് പ്രതിപക്ഷം വിമർശനമായി ഉന്നയിക്കുന്നത്. റഷ്യയുമായി സഹകരണം അവസാനിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ അക്കാര്യം തുറന്നു പറയുക, അത് തുടരുക എന്നതാണ് നിലപാടെങ്കിൽ അക്കാര്യവും കൃത്യമായി അറിയിക്കുക. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. അതിനപ്പുറത്ത് ഏതൊരു രാജ്യത്തിനും കാലം മാറുന്നതിനനുസരിച്ച്, ലോകക്രമം മാറുന്നതിന് അനുസരിച്ച് മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര സൗഹൃദ നയങ്ങളിൽ ഒക്കെ മാറ്റം വരുത്തേണ്ടതായി വരും എന്നതും സ്വാഭാവികമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.